പാട്ടുകൾ കേൾക്കാത്ത ഒരു ദിവസം പോലും മലയാളിക്കില്ല. സംഗീത സാന്ദ്രമാണ് നമ്മുടെ എല്ലാം ഓരോ ദിവസവും. മലയാള ഗാനശാഖയ്ക്ക് സമഗ്രമായ സംഭാവനകൾ നൽകിയ മഹത് വ്യക്തികളുടെ സഖ്യമാരുമൊത്തുള്ള സംഭാഷണമാണ് പാട്ടിന്റെ സഖ്യമാർ എന്ന ദൂരദർശൻ അവതരിപ്പിക്കുന്ന ഈ പരിപാടി. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം, പ്രേമവതിയാം എൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. മലയാള സാഹിത്യ പദാവലിയെ വാക്കുകൾ കൊണ്ട് സമ്പന്നമാക്കിയ വയലാർ രാമവർമ്മയുടെ പഞ്ചാര പാലുമിഠായിയായ പ്രിയപത്നി ശ്രീമതി ഭാരതി തമ്പുരാട്ടി താമസിക്കുന്ന പാലക്കാട്ടെ ധോണിയിലെ മനോഹരമായ ആരഭിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് അദ്ദേഹം എഴുതിയല്ലോ. അപ്പൊ അതിന്റെ തത്വചിന്തകളെല്ലാം നമ്മൾ മാറ്റി നിർത്തുകയാണെങ്കിൽ ഈ പ്രിയതമയോടൊപ്പം ഉള്ള ജീവിതം ഇനിയും തിരിച്ചു തരുമോ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചെഴുതിയത്. അല്ല, അതിപ്പോ അങ്ങനെ ഇല്ല. ജീവിച്ച് അത്രയായില്ലേ, പക്ഷെ ഇത്രയും ജീവിച്ച് ഇനി കൂടുതൽ ജീവിക്കാനുള്ള ആഗ്രഹമാണ്. ഇപ്പോൾ മതിയായിട്ടില്ലല്ലോ. അതെ അതെ. ഇപ്പൊ എന്നോട് കൂടെ ഞങ്ങളെ ആ ഒരു ജീവിതം അല്ലല്ലോ. അതെ, ഇത് അങ്ങനെയായിട്ടൊരു പ്രത്യേകതയൊന്നുമുള്ള ഒരു മനുഷ്യനല്ല. പക്ഷെ ജീവിതത്തെ ആൾക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഇന്നും ആ ഒരു ആഗ്രഹം മാറിയിട്ടില്ല. അത്രയ്ക്കല്ലേ പ്രായമായിട്ടുള്ളൂ. അതെ അതെ, ഒരുപാട് ആഗ്രഹങ്ങൾ വയസ്സായില്ലേ ഉള്ളൂ. തുടങ്ങിട്ടോ പിന്നെ അതുകൊണ്ടൊക്കെ പിന്നെ ഓരോ സിനിമയുടെ അതിനനുസരിച്ചിട്ടല്ലേ പാട്ട് എഴുതുകയുള്ളൂ. അല്ലാതെ എല്ലാവരും പറയും അങ്ങനെ ഇതിനെപ്പറ്റി അങ്ങനെ പ്രത്യേകിച്ച് വേണ്ട. അതൊക്കെ ഇതിൻ്റെ സിനിമയുടെ ഓരോ ഇതനുസരിച്ചിട്ട് ഒരു പാട്ട് എഴുതി കൊടുക്കും ഇല്ലേ. അത് ഞാൻ അത്രയും വിജയിച്ചിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ ഇപ്പം നമുക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ എനിക്ക് അങ്ങനെയുള്ള ഒരു വലിയൊരു തോന്നില്ല. നമ്മൾ പാവം അടുക്കെ അമ്മ, വീട്, കുഞ്ഞുങ്ങളെ, പശു, ഇതങ്ങനെ ആ ഒരു ജീവിതം നമുക്ക് പറഞ്ഞു. എനിക്കതാ ഇഷ്ടം. മലയാളികൾക്ക് പ്രണയിക്കാൻ എപ്പോഴും വയലാർ ഗാനങ്ങൾ വളരെയധികം പ്രചോദനമാവാറുണ്ടല്ലോ. പ്രണയത്തിനെ കുറിച്ച് ഇത്രയേറെ മനോഹരമായിട്ട് ശരിക്കും ആ പ്രണയത്തിന്റെ കൽക്കണ്ട മധുരം നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് അദ്ദേഹം എത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വരികളിലൂടെ. എങ്ങനെയാണ് അമ്മയ്ക്ക് അദ്ദേഹത്തിനോടുള്ള പ്രണയിച്ചാണ് വിവാഹം കഴിച്ചതെന്ന് എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അമ്മ ആ ഒരു അനുഭവം പറയൂ. അമ്മ ആദ്യമായിട്ട് കണ്ടതും അദ്ദേഹമായിട്ടുള്ള ഒരു പ്രണയത്തിന്റെ മൊമെന്റ്സ് ഒക്കെ. അതെ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴല്ലേ. അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകനുണ്ട്, ഒരു ഗോപി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ രണ്ടാളും കൂടി സൈക്കിളിൽ അടുത്തല്ലേ, വീടടുത്തല്ലേ, അപ്പോൾ ഇതിൽ പോവും. അപ്പോൾ ഞങ്ങൾ ഈ സ്കൂളിൽ നിന്ന് വരുന്ന സമയം അറിയാം, സ്കൂളിൽ നിന്ന് വരുന്ന സമയം. അപ്പോൾ ഈ സൈക്കിളിൽ ഇങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ വരെ ഈ സൈക്കിളിൽ നമുക്കറിയില്ല, ഇവരിങ്ങനെ പുറകെ വരും. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഇതൊരു. പക്ഷെ എൻ്റെ ചേച്ചി ആദ്യം വിവാഹം കഴിച്ചിരുന്നു. അതെ. അപ്പോൾ പിന്നെ അത് ഒരു 7 വർഷത്തോളം അവർ ഒരുമിച്ച് ജീവിച്ചു. കുട്ടികളൊന്നും ഉണ്ടാകില്ല. അപ്പം അമ്മയ്ക്കാണെങ്കിൽ ഒരു കുഞ്ഞ് കാണണം എന്നുള്ളത് അമ്മയുടെ ആഗ്രഹം, അതാണ് അമ്മയ്ക്കുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് അമ്മ ഇങ്ങനെ ചെയ്യണം. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നിട്ട് പറയുകയും ചെയ്യും, എങ്ങനെ ചെയ്യണം, നിന്റെ തലമുടി കണ്ട ആരാ, എനിക്ക് ഇപ്പോഴും വരെ തലമുടിയുണ്ട് അമ്മയ്ക്ക് അഴിച്ചിട്ടല്ലേ. അപ്പോൾ അത് തലമുടി കണ്ടിട്ടാണ്, വേറെ ഒന്നും കണ്ടിട്ടില്ല. ആ ഇതോട് പിന്നെ അന്ന് വരെ എനിക്കാണെങ്കിലും വേറെ കല്യാണാലോചനയൊക്കെ വന്നു, അതൊക്കെ ശരിയാക്കി ഒന്നും നടത്തില്ല. നമുക്കിതാ വിളിച്ചില്ലേ. അപ്പം അങ്ങനെയാണ് പ്രേമിച്ചത്. അല്ല, അമ്മയ്ക്ക് ആദ്യം കണ്ട ഓർമ്മ എന്തായിരുന്നു? ആദ്യമായിട്ട് അമ്മ കണ്ടേ ഞാൻ ആദ്യം കാണുന്നത് ഞങ്ങളുടെ അമ്മാവൻ്റെ അവിടെ വരും പാർട്ടി. ആദ്യം എൻ്റെ കോൺഗ്രസ് ആയിരുന്നു ആദ്യം. അമ്മ അല്ല, അദ്ദേഹം ഗാന്ധി മാർഗത്തിലുള്ള കവിത എഴുതിയിരുന്നു. ഇതിരി തലമുടി എണ്ണയിൽ ചെറുപ്പല്ലേ, ഈ ഷോളൊക്കെ പുതച്ച് വെള്ളെ വെച്ച് ചൊറിയുണ്ട്. മെത്തക്ക് ചൊറി വരുന്ന പ്രായമായുണ്ട്. ഒരു കണ്ട മോശം, തലമുടി മാത്രം ഉണ്ട് ഇങ്ങനെ അവിടെ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് കല്യാണം ചോദിച്ചപ്പോൾ എൻ്റെ ചേച്ചി ഇരിക്കുമ്പോൾ അനിയത്തിയെ കല്യാണം കഴിക്കാൻ പോലെ ചേച്ചിയെ കല്യാണം കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ചേച്ചിയെ കല്യാണം കഴിച്ചു. അമ്മാവൻ്റെ വീട്ടിൽ വന്ന് അവിടെ വന്ന് അങ്ങനെ വെച്ചിട്ട് അങ്ങനെയാണ് ഈ 7 വർഷം കഴിഞ്ഞു. പക്ഷെ എന്നിട്ട് അമ്മ ഇങ്ങനെ കാത്തിരുന്നിട്ട് അമ്മയുടെ ആഗ്രഹം ഒരു കുട്ടിയാണ്, കുഞ്ഞുങ്ങളുണ്ടായില്ലേ അല്ലേ. 7 വർഷം കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു, നീ ഒന്നുകിൽ വേറെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ അത് അങ്ങനെ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ അനിയത്തിയെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അമ്മാവൻ പറഞ്ഞു, അതെ. ഞാൻ പറഞ്ഞു, അമ്മാവ ഞാൻ ഇല്ല,
കറുത്ത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ആ നമ്മുടെ സങ്കല്പത്തിലുള്ള ആളായിരുന്നില്ല അല്ലേ? സങ്കല്പത്തിൽ ചേച്ചി കല്യാണം കഴിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നീ എന്നെ ചേട്ടാന്ന് വിളിക്കില്ല എന്ന്. എനിക്ക് അത്ര അപ്പം പിന്നെ നമ്മുടെ തലയിലിട്ട് വിധി എന്ന് പറയുന്നത് ഈ നമുക്ക് വന്നു. പിന്നെ അവസാനം പറഞ്ഞു പിന്നെ ചേട്ടാ വേറെ എനിക്ക് കല്യാണാലോകൾ 2-3 വന്നു. അതെല്ലാം പുള്ളി തന്നെ മുടക്കി. പക്ഷെ അദ്ദേഹം എത്ര പ്രശസ്തനായിരുന്നു നമുക്ക് അറിയില്ലായിരുന്നു അല്ലേ? അന്നത്രയില്ലല്ലോ ഇതുപോലെ കവിത. അത് അങ്ങനെ ഒരു പ്രശസ്തി വന്നിട്ടില്ല. നമുക്കതൊന്നുമല്ല, എനിക്കത് ഇഷ്ടമല്ല. കണ്ട ഒരു നമ്മുടെ സങ്കല്പത്തിന് മാച്ച് ആയിരുന്നില്ല. അതെ, കണ്ടാലൊരു നമുക്ക് പ്രത്യേകം തോന്നുന്നുണ്ട്. എനിക്കത് ഇഷ്ടമല്ല. എന്തായാലും അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അമ്മയുടെ നിർബന്ധം കൊണ്ട് പിന്നെ എന്തായാലും പുള്ളി വേറെ ആരെയും കല്യാണം കഴിക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇത് തന്നെ ആയിക്കോ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ചേച്ചിക്ക് തള്ളേ. അതെ, വേറൊരു കുട്ടിയാണ് വന്നിരുന്നെങ്കിൽ വല്ലവരും ഇതാവുമോ? അതെ അതെ. ഇതിപ്പോൾ ചേച്ചി എന്നേക്കാൾ കൂടുതൽ എല്ലാ പാർട്ടിഷൻ കഴിഞ്ഞപ്പോൾ ചേച്ചിക്കാണ് കൊടുത്തേക്കുന്നത്. ചേച്ചിക്കെല്ലാം കൊടുത്ത് മരിക്കുന്നവരെ സുഖമായിട്ട് കുഴപ്പമില്ല. പക്ഷെ വരില്ല, എനിക്ക് വരില്ല. അമ്മേ അമ്മേ അവിടുത്തെ മുന്നിൽ ഞാൻ ആര് ദൈവമാര് എന്ന് അദ്ദേഹം എഴുതിയത് അമ്മയെക്കുറിച്ച് ആലോചിച്ചിട്ടാണെന്ന് എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അമ്മയുടെ പ്രിയപ്പെട്ട കുട്ടനാണല്ലോ. അപ്പൊ അമ്മയായിട്ടുള്ള മോന്റെ അഗാധമായ ഒരു ബന്ധത്തെ കുറിച്ചിട്ട് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? പിന്നെ അമ്മയായിട്ടും വളരെയധികം അമ്മ എന്നോട് സംസാരിക്കുമ്പോഴും അതെ ഞാൻ പറഞ്ഞ ലോകത്തിൽ ഇതുപോലെ അമ്മയും മകനും ഇല്ല. അമ്മ കഴിഞ്ഞ വേറെ കുഞ്ഞുങ്ങളായാലും ഞാനായാലും അത്രേ ഉള്ളൂ. അത്ര അമ്മയും മകനും. അതായത് പറയില്ല, മരിച്ചു കഴിഞ്ഞാൽ പറയുമായിരുന്നു ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് അമ്മ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിക്കും, അല്ലെങ്കിൽ എനിക്കത് അമ്മ മരിച്ചാൽ കാണാൻ പറ്റില്ല, ഞാൻ മരിച്ചിട്ടേ അമ്മ മരിക്കാവൂ എന്നാൽ അതായത് ഇതുപോലെ ഒരു അമ്മയും മകനും ഇല്ല. നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. ഒരിക്കലും വറ്റാത്ത ലാവണ്യ അനുഭവമാണ് വയലാറിന്റെ കാവ്യജീവിതം. കവിതയിൽ നിന്നും വളരെ ചെറുപ്പത്തിൽ തന്നെ ചലച്ചിത്ര ഗാനരചനാ ലോകത്തേക്കെത്തിയ വയലാർ മലയാള ഭാഷയുടെ തന്നെ സൗഭാഗ്യമാണ്. വയലാർ രാമവർമ്മയുടെ പ്രിയ പത്നി ഭാരതി തമ്പുരാട്ടി 2 പെൺമക്കളായ ഇന്ദുലേഖയുടെയും യമുനയുടെയും ഒപ്പമുള്ള പാലക്കാട്ടെ വനഭംഗി നിറഞ്ഞ ധോണിയിലുള്ള ആരഭി എന്ന ഭവനത്തിലേക്ക് ചെന്ന് സ്നേഹം പങ്കിട്ട ധന്യനിമിഷങ്ങളാണിത്. സ്നേഹത്തിന്റെ, നന്മയുടെ, വിപ്ലവ ആവേശത്തിന്റെ തീവ്രത മുഴുവൻ ആവാഹിച്ച വയലാർ എന്ന മനുഷ്യനോടൊപ്പമുള്ള ജീവിതത്തിലെ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ പ്രിയതമ ദൂരദർശന്റെ പ്രേക്ഷകർക്കായി പറയുകയാണിവിടെ. മാനത്ത് തീർത്തരും ഗന്ധർവരാജാങ്കണത്തിൽ. അംബാലിക തമ്പുരാട്ടി എന്നായിരുന്നു അല്ലേ അമ്മയുടെ പേര്? അമ്മ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ തന്നെ ആദ്യം അമ്മായിയമ്മയെ പറ്റി പറയുമ്പോൾ ഇത്രയേറെ കണ്ണില് സന്തോഷത്തിന്റെ പ്രകാശം ഞാൻ കണ്ടു. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം കൂടെ അമ്മ അതിൽ പറയും. അമ്മയും അംബാലിക തമ്പുരാട്ടിയും അമ്മയും ഉള്ള ബന്ധം. അമ്മ എനിക്ക് ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടില്ല. അമ്മ എന്നെ പ്രസവിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ അച്ഛൻ 2ാമത് വിവാഹം കഴിച്ച് അമ്മയായിട്ടാണ്. പക്ഷെ അവരും അതുപോലെ നോക്കി കേട്ടോ, അമ്മ തന്നെയായിട്ട് നോക്കി. പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ആണ് അന്ന്. പക്ഷേ എനിക്കൊന്നും അറിയില്ല, ഇവർ വീട്ടിൽ ജീവിക്കാൻ അറിയില്ല. എന്ന് വെച്ചാൽ അവർ നമ്മൾ നോക്കിയില്ല, അങ്ങനെയൊന്നും നമ്മളെ കൊണ്ടൊന്നും ചെയ്യിക്കില്ല. അത്ര ആ പ്രായത്തിലാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജീവിക്കാൻ പഠിപ്പിച്ചു. അതാണ് ഏറ്റവും ഒരു വീട്ടിൽ എങ്ങനെ ജീവിക്കണം, എന്തെല്ലാം ചെയ്യണം എന്നുള്ള എൻ്റെ ജീവിതം മുഴുവൻ പഠിപ്പിച്ച അമ്മയാണ്. അമ്മയ്ക്ക് അമ്മയായിരുന്നു അല്ലേ? ഞാൻ അമ്മയെ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ അമ്മയായിരുന്നു. ഞാൻ പറയുകയും ചെയ്യും അത്. ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടില്ല, പക്ഷേ എനിക്ക് എല്ലായിടത്തും എൻ്റെ അമ്മയായിരുന്നു. അവസാനം വരെ ഒരു വഴക്കോ ഞങ്ങൾ തമ്മിൽ. അമ്മ, അപ്പോൾ ഈ വിയോഗം, അദ്ദേഹത്തിന്റെ അകാലമായ വിയോഗം ഉണ്ടല്ലോ, അതെങ്ങനെയാണ് അമ്മ അപ്പോൾ അദ്ദേഹത്തിന്റെ വിയോഗം എങ്ങനെയാണ് അമ്മ നേരിട്ടത്? അംബാലിക തമ്പുരാട്ടി അതെങ്ങനെയായിരുന്നു? പറയുന്ന പോലെ നമ്മൾ ഇത്രയും സ്നേഹിച്ചിരുന്ന അമ്മ ജീവിക്കുന്നു ഇല്ലേ? അതെ അതെ. പിന്നെ നമ്മൾക്ക് നമ്മളെ നമുക്ക് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, അത് നമ്മളങ്ങ് തന്നെ സ്വയം സ്നേഹിക്കാം. അതെ അതെ. അമ്മ ജീവിക്കുന്നില്ലേ? കണ്ണി അമ്മയുടെ മുമ്പിൽ കാണിച്ചാൽ അമ്മയ്ക്ക് അത് ഇതാവും? അതെ അതെ. അതില്ല. അമ്മ 11 വർഷം ജീവിച്ചു, പോയി കഴിഞ്ഞു. ജീവിച്ചു.
പക്ഷെ ഞാൻ അമ്മയെ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞെ ഇങ്ങനെ എനിക്ക് അങ്ങേറ്റ് ഇതുപോലെ എല്ലാവരും പറയും അമ്മായിയമ്മ ആ അനുഗ്രഹമുണ്ട് എനിക്കതാണ് അതിലാണ് അവസാന കാര്യത്തിൽ അമ്മയുടെ അനുഗ്രഹം എനിക്കതാണ്. അമ്മ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ മലയാള ഗാനത്തിന്റെ ഗന്ധർവൻ തന്നെ വേണം അദ്ദേഹത്തിനെ വിളിക്കാലോ നമുക്ക്. അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ അമ്മയ്ക്ക് പ്രിയപ്പെട്ടതായ കുറച്ച് പാട്ടുകൾ ഉണ്ടാവുമല്ലോ, ഒരുപാടുണ്ടാവും. പക്ഷെ അമ്മയ്ക്ക് പ്രിയപ്പെട്ട പാട്ടുകളെ കുറിച്ചിട്ട് അങ്ങനെ പ്രത്യേകം പറയാൻ അറിയില്ല കൂട്ടാ. ഞാൻ കേൾക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ പ്രത്യേകിച്ച് റേഡിയോ വെക്കുന്നത് തന്നെ മിക്കവാറും നല്ല പാട്ടുകൾ കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് പ്രത്യേകമായിട്ട് എനിക്ക് അങ്ങനെ പറയാനുള്ള എനിക്ക് ആ ഒരു കഴിവില്ല. അല്ല അമ്മ കുറച്ച് പാട്ടുകൾ അമ്മയ്ക്ക് എനിക്കത് ഇപ്പം അങ്ങനെ പറയാനുള്ള അതൊന്നുമില്ല. ഞാൻ ഇപ്പം കേൾക്കും. അമ്മ കുറച്ച് ഓർമ്മയിലുള്ള ഏതെങ്കിലും പാട്ടുകളുണ്ടോ അദ്ദേഹത്തിന്റെ? അതെ, ചക്രവർത്തി ഞാൻ എൻ്റെ ശില്പകൂരങ്ങളും പുഷ്പാധികം പുറത്തു വെച്ചു നഗ്നപാതയായി അകത്തു. എത്ര മനോഹരമായിട്ടാണല്ലേ ഒരു ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കുമേ നഗ്നപാതയായി അകത്തു വരൂ. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കുമേ നഗ്നപാതയായി അകത്തു വരൂ. ചക്രവർത്തിനി ഇത്ര സുന്ദരമായിട്ടാണ് ഇത്. പുഷ്പപാദുകം ധരിക്കുന്ന സുന്ദരിയാണ് അവിടെ ഉപമിച്ചിരിക്കുന്നത് അല്ലേ അമ്മേ? പുറത്ത് വെച്ചിട്ട് അകത്തേക്ക് വരുമെന്ന്. ശാരദേന്ദു കലച്ചുറ്റിലും കനകപാരിജാതമലർത്തൂകും ശില്പകന്യകൾ നിന്റെ വീഥികളിൽ രത്നകമ്പളം നീർത്തും കാമമോഹിനികൾ നിന്നെ എൻ ഹൃദയ കാവ്യലോക സഖിയാക്കും. മച്ചകങ്ങളിലെ മഞ്ജുശയ്യയിൽ ലജ്ജ കൊണ്ടു ഞാൻ മൂടും, നിന്നെ മൂടും. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കുമേ നഗ്നപാതയായി അകത്തു വരൂ. ചക്രവർത്തിനി. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബാക്കി ദേവരാജ മാഷിന്റെ സംഗീതത്തിന് ഇത്രയേറെ ജീവൻ അത് നമ്മൾ എപ്പോഴും അവർ രണ്ടുപേരും കൂടെ കൂടിയാലേ ഏറ്റവും നല്ലത്. പിന്നെ യേശുദാസ് പാടുന്നു. യേശുദാസിന്റെ ശബ്ദത്തിനും ദേവരാജ മാഷ സംഗീതത്തിനും ഇത്രയേറെ ജീവൻ കൊടുത്തത് അദ്ദേഹത്തിന്റെ വരികളാണെന്ന് ദേവരാജൻ യേശുദാസ് ഒരു ഇതല്ലേ. അതെ അതെ, യേശുദാസ് പാടുകയും കൂടെ ആകുമ്പോൾ മുഴുവനുമായി. അമ്മയ്ക്ക് ആ ഓർമ്മകൾ എന്തെങ്കിലും വരുന്നുണ്ടോ? അവരുമായിട്ടുള്ള ഓർമ്മകൾ, വീട്ടിലേക്ക് വന്ന ഓർമ്മകളോ? അങ്ങനെ അല്ല, യേശുദാസ് വീട്ടിൽ വരാറുണ്ട്. അതായത് ഏത് പുതിയ പാട്ടിന്റെ റെക്കോർഡിങ് കഴിഞ്ഞാലും അമ്മയ്ക്ക് നിർബന്ധമുണ്ട് വീട്ടിൽ വന്ന് കാണണം എന്ന്. വീട്ടിൽ വന്ന് കണ്ടിട്ട് പാട്ട് പാടി കേൾപ്പിച്ച് അതെ അല്ലേ. അതായത് ഏത് പാട്ടിന്റെ റെക്കോർഡിങ് കഴിഞ്ഞാലും നമ്മളവിടെ പോയത്. അതെ അതെ. അമ്മേ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടെ മണ്ണു പങ്കുവെച്ചു, മനസ്സ് പങ്കുവെച്ചു. ഇതൊക്കെ വളരെ ഇന്നത്തെ കാലത്ത് കൂടെ വളരെ അന്വർത്ഥമായിട്ടുള്ള വരികളാണല്ലോ. എഴുതി വെച്ചതൊക്കെ നല്ല ഇപ്പോഴാ എല്ലാ അനുഭവങ്ങളും. അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയ, ദേശീയ പുരസ്കാരം ലഭിച്ചതാണല്ലോ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു,
മനസ്സു പങ്കുവച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മളെ കണ്ടാലറിയാതായി ലോകം ഭ്രാന്താലയമായി. ആയിരമായിരമാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി. ദൈവം തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. അമ്മ ആ ഒരു സന്ദർഭത്തിനെ എങ്ങനെയാണ് ഓർക്കുന്നത്? അമ്മയ്ക്ക് ആ ദേശീയ പുരസ്കാരം ലഭിച്ച പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചതുണ്ടല്ലോ, ദേശീയ പുരസ്കാരമൊക്കെ. അമ്മ അതിനെ എങ്ങനെയാണ് ഓർക്കുന്നത്? അല്ല, ദേശീയ പുരസ്കാരം നമുക്കത് അത് കേൾക്കുമ്പോൾ തന്നെ അവിടെ മദ്രാസ് വെച്ചാൽ അറിയുന്നത്. രാത്രി വിളിച്ചു. പക്ഷെ അതാണ് അമ്മയോട് വിളിച്ചു പറയും, അമ്മയെ എനിക്ക് ദേശീയ പുരസ്കാരം, ആദ്യമായിട്ടുള്ള ദേശീയ പുരസ്കാരം അല്ലേ കിട്ടും. അമ്മയോടാണ് ആദ്യം എല്ലാം പറയുന്നത് അല്ലേ? പറയുള്ളൂ നമുക്ക്. പക്ഷെ അമ്മയ്ക്ക് അതിലൊന്നും വിഷമം തോന്നി? സന്തോഷമായി എനിക്ക്. ആ ഡൽഹിയിൽ അങ്ങോട്ട് മദ്രാസിൽ അങ്ങോട്ട് വന്നിട്ടേ അമ്മയുടെ കാക്കലെങ്കിലും അമ്പലത്തിൽ തൊഴുന്ന പോലെ അമ്മയെ തൊഴുന്നത്. അല്ല, ഡൽഹിയിൽ പോയിട്ടല്ലേ അവാർഡ് വാങ്ങിയത്? നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. അല്ല, ഡൽഹിയിൽ പോയിട്ടല്ലേ അവാർഡ് വാങ്ങിയത്? അതെ, ഡൽഹിയിൽ പോയി. അപ്പൊ ഭാര്യയുടെ കൂടെയാണോ പോയത്? ഇവിടെ പോയോ അമ്മ? എനിക്കങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല. ഞാൻ കൂടെ പോകണം പാകണമെന്നൊന്നുമില്ല. അവരുടെ വഴിക്ക് വിടും, നമ്മളും നമ്മുടെ വഴിക്ക് സ്വസ്ഥ സന്തോഷം രണ്ടുപേർക്ക്. അതെ. അല്ലേ പോയി കഴിയുമ്പോൾ ഞാൻ പറയില്ലേ, ഇപ്പോൾ തോഫിൽ ബാഷയുടെ അല്ലെ എം ജോസഫിൻ്റെ ഒക്കെ വായിച്ചു, തന്നെ വിട്ടാൽ ഇവർ സിനിമക്കാരല്ലേ, എന്തു വരാനാ, ഒന്നും വരാനില്ല. എന്നോട് അവിടെ മദ്രാസിലെ നമ്മുടെ ഹരിഭക്തൻ ഇതില്ലേ സിനിമ എടുത്ത ഹരിഭക്തൻ വിളിച്ചു പറഞ്ഞു, കുട്ട ഞാൻ ഇപ്പോൾ ഒരു വഴക്കുണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. വഴക്കുണ്ടാക്കിക്കോന്നു. ചേച്ചി ഇപ്പം ഈ മുറിയിൽ ആരൊക്കെ ഉണ്ടെന്നറിയാമോ? ഷീലയുണ്ട്, ജയഭാരതിയുണ്ട്, പിന്നെ രാഗിണിയുണ്ട്. അതിനെന്താ? അല്ല ഞാൻ പറഞ്ഞു, ഹരി ഇത്രയൊന്നും എന്നോട് പറയണ്ട, നിങ്ങളെല്ലാം പുറത്ത് പോകുമ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം. എൻ്റെ വീടിൻ്റെ ഗേറ്റിലേക്ക് കടന്നാലുണ്ടല്ലോ പിന്നെ എൻ്റെ. അതെ, അത്രയും പക്വമായിട്ട് അമ്മയ്ക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഗേറ്റിൻ്റെ അകത്ത് ആർക്കും വരാൻ പറ്റത്തില്ല, പക്ഷെ വീടിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് അകത്ത് വന്നാൽ എൻ്റെ സ്വന്തം. അല്ലെങ്കിൽ പുറത്ത് പോയി ഞാനത് അന്വേഷിക്കാറില്ല എന്ന് പറഞ്ഞു. എനിക്കത് ഇഷ്ടമല്ല, ഞാൻ അങ്ങനെ അന്വേഷിക്കാറില്ല. എൻ്റെ കുട്ട സമ്മതിക്കണം. ഇത്രയും മനസ്സിലാക്കുന്ന ഒരു ഭാര്യ അല്ലേ? പരസ്പരം രണ്ടുപേർക്കും അതെ. അതാണ്, ഒരാൾ മാത്രമല്ലല്ലോ. ഈ യാത്രയൊക്കെ പോകുമ്പോഴും നല്ല വിശ്വാസമല്ലേ? അതെ അതെ, ഞങ്ങളുടെ മനസ്സിൻ്റെ വിശ്വാസമാണ് ഞങ്ങൾ. അത് ആരും എത്ര വലുതാന്ന് പറഞ്ഞാൽ ആത്മപ്രശംസയാന്ന് പറഞ്ഞായിരിക്കണം, പക്ഷേ ഞങ്ങളെപ്പോലെ മനസ്സിൻ്റെ വിശ്വാസം. അതെ അതെ. തോപ്പിൽ ബാസിയുടെ അമ്മണി ചേച്ചി ഭാരതി ബാബുസ്റ്റേഷൻ അവിടെ പോയി അങ്ങനെ നമ്മൾ അമ്മണി ചേച്ചി തന്നെ കൂടെ പോകൂ. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. അതെ. ആ എങ്ങനെയാണ് അപ്പം അമ്മയ്ക്ക് ഇത്രയും പക്വതയോടെയൊക്കെ ചിന്തിക്കാൻ പറ്റിയത്? എനിക്കറിയില്ല. എനിക്കത് എൻ്റെ ഏറ്റവും ഇഷ്ടം ഞാൻ പറഞ്ഞ ക്ഷമയാണ്. എനിക്കുള്ള ഏറ്റവും ഗുണം അതേ. അമ്മ ശരിക്കും ഒരു നിശബ്ദമായ പ്രോത്സാഹനമായിരുന്നു അല്ലേ അദ്ദേഹത്തിന്? ക്ഷമ മാത്രമാണ് എൻ്റെ ഒരു ഏറ്റവും ജീവിതം സുത്തരയാക്കിയത്. നീലപ്പൊന്മാനേ, എന്റെ നീലപ്പൊന്മാനേ, വെള്ളി വെയിലു നെയ്ത പുടവ വേണോ, പൊളിയില കരപ്പുടവ വേണോ, ചോലപ്പൊന്മാനേ. നീലപ്പൊന്മാനേ, എന്റെ നീലപ്പൊന്മാനേ, വെള്ളി വെയിലു നെയ്ത പുടവ വേണോ, പൊളിയില കരപ്പുടവ വേണോ, ചോല
അമ്മേ, അതുപോലെ സലീൽ ചൗധരി ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധമുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് വരാൻ കാരണം ഈ മനുഷ്യനാണെന്ന്, അല്ലെ? കടലിനക്കരെ പോണവരെയൊക്കെ പാട്ട് ചെമ്മീനിലെ വന്നിട്ടുണ്ട്. അമ്മയും ചൗധരിയായിട്ട് ഭയങ്കരമായിട്ട് വർത്തമാനം പറയും. എന്താ പറയുന്നതെന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ അമ്മ അല്ലല്ല, അദ്ദേഹത്തിന്റെ അമ്മ. അവർ രണ്ടുപേരും കൂടെ വർത്തമാനം പറയണ കേട്ടാലേ അമ്മ അറിയാവുന്ന പോലെയാ സംസാരിക്കും. അതെ അല്ലേ, ഭാഷ അറിഞ്ഞില്ലെങ്കിലും സംസാരിക്കും അല്ലേ? നല്ല കടലിനക്കരെ പോണോരേ കാണാ പൊന്നിനു പോണോരേ, കടലിനക്കരെ പോണോരേ കാണാ പൊന്നിനു പോണോരേ, പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും കൈ നിറയെ, പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും. 14 രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യ കല്ല് തരാമോ? അദ്ദേഹം ബലികുടീരങ്ങളെ പോലുള്ള വിപ്ലവ ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലോ. ഒരുപാട് നാടക ഗാനങ്ങൾ അല്ലേ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സഹയാത്രികനായിരുന്നു അദ്ദേഹം. പക്ഷെ അതേ സമയം തന്നെ അദ്ദേഹം ഗുരുവായൂർ അമ്പല നടയിൽ, ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഒരുപാട് നല്ല ഭക്തി ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഭക്തി സ്നേഹമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഓരോ പാട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അമ്മയ്ക്ക് എങ്ങനെയാണ് ഭക്തി സ്നേഹം തന്നെയല്ലേ? നമ്മുടെ വിശ്വാസം എങ്ങനെയാണ്? എന്റെ വിശ്വാസം അതായി, എനിക്ക് തൊഴിൽ എല്ലാവരെയും കാണിക്കാൻ പറ്റും, അതൊന്നും എനിക്ക് വിശ്വാസമില്ല. എന്റെ ഉള്ളിൽ വിശ്വാസം. നമ്മുടെ വീട്ടിൽ രാവിലെ കുളിക്കുക, വിളക്ക് വെക്കുക, സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുക, നമുക്ക് എത്രയാണ് നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. സ്നേഹിക്കയില്ല ഞാൻ അമ്മേ, സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലോ അല്ലെ. ഇന്നത്തെ കാലത്തും ഏറ്റവും അന്വർത്ഥമായിട്ടുള്ള വരികളാണ് അല്ലേ അത്? അപ്പൊ അദ്ദേഹത്തിന്റെ ആ നിസ്വാർത്ഥതയെ കുറിച്ചിട്ട് അമ്മ സംസാരിച്ചില്ലേ? ഞാൻ സംസാരിച്ചില്ല. എന്താ അമ്മയ്ക്ക് പറയാനുള്ളത് അതിനെ പറ്റി? മറ്റുള്ളവന്റെ ദുഃഖം, വിശപ്പ് അതില്ല, അത് നമ്മൾ കഴിച്ചില്ലേ കൊടുക്കും, എടുത്തു കൊടുക്കണം. അങ്ങനെ ഒരിക്കൽ ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ 2-4 കുട്ടികളുണ്ട്, കരയുന്ന വീട്ടുണ്ട്. എന്താ ചോദിച്ചപ്പോൾ കുട്ടാ റേഷൻ മേടിക്കാൻ പോയിട്ടേ ഉള്ളൂ, അരി കൊണ്ടുവന്നിട്ട് വേണം വെക്കാൻ, വിശന്നിട്ടാ കുട്ടികൾ കരയുന്നത്. വേഗം എന്നോട് പറഞ്ഞു ആ അടുക്കൽ വെച്ച എല്ലാം അടിച്ചു കൊടുക്കാമെന്ന്. എല്ലാം അടിച്ചു കൊടുത്ത് കുട്ടികൾക്ക് നമുക്ക് പ്രത്യേകം വെച്ചാൽ മതി. അതാണ് മനുഷ്യൻ. അങ്ങനെയാണ് ജീവിച്ചത്. മുഴുവൻ എല്ലാവരും നമ്മൾ പൈസ ഉണ്ടാക്കിയോ നമുക്ക് ആർക്കും അങ്ങനെയായിട്ട് ഇല്ലാതെ കാണിക്കില്ല, എല്ലാവർക്കും കൊടുക്കും അല്ലേ? അതാണ് തൃപ്തി. നമ്മൾ ജീവിക്കുന്നു, നമ്മൾ വേറിട്ടിന്റെ സങ്കടം നമ്മൾ കാണാൻ വയ്യ. അമ്മയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്വഭാവമായിരുന്നു അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവം കൊടുക്കുന്ന കാര്യത്തിൽ. അതെ. എങ്ങനെയാണ് അമ്മയുടെ ഒരു ദിവസം? എങ്ങനെയാണ് അമ്മയുടെ ഒരു ദിവസം? വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു എനിക്കറിയില്ല. എനിക്ക് അതല്ലേ എന്റെ കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളായത് കൊണ്ടല്ലേ എനിക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത്. സുഖമായ ദിവസമല്ലേ രാജ്യം. എങ്ങനെയാ നമ്മുടെ ഒരു ദിവസത്തെ ക്രമം? എങ്ങനെയാണ് നമ്മുടെ രീതി? എങ്ങനെയാ നമ്മുടെ ഒരു ദിവസത്തെ രീതി? എങ്ങനെയാ നമ്മുടെ? ഇല്ല, അത് ഞാൻ രാവിലെ ഉച്ചവരെ കാപ്പി കുടിച്ചു. പിന്നെ കൊച്ചുമോനില്ലേ, അവൻ്റെ കാര്യങ്ങൾ നോക്കുക, സ്കൂളിൽ പോകുക, അവൻ്റെ അതിൻ്റെ തിരിച്ചു വരുമ്പോൾ അതിൽ സന്തോഷം. പത്ര വായനയൊക്കെ ഉണ്ട് അല്ലേ അമ്മയ്ക്ക്? പേപ്പർ വായിക്കും, രാവിലെ വായിക്കും. അത് എനിക്ക് നിർബന്ധം, ദേശാഭിമാനി ആദ്യം വായിക്കണം. പിന്നെ അമ്മ പറഞ്ഞിരുന്നു എനിക്ക് റേഡിയോ ആണ് കൂടുതൽ ഇഷ്ടം. ഭയങ്കര ഇഷ്ടമാണ് റേഡിയോ. അപ്പൊ ഇപ്പഴും കേൾക്കോ റേഡിയോ? വിശ്വനാഥന്റെ സംഗീതയെ പറ്റി, അദ്ദേഹത്തിന്റെ ഗാനകലാ പ്രാഭവത്തെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ പ്രതിഷേധമുള്ളവനാണ്. ഗുരുവായൂർ അമ്പലത്തിൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ വലങ്കയും പിടിച്ച് കയറി ചെന്ന് ആ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു പാട്ടുപാടാൻ ഒരു അവസരം കൊടുക്കാൻ ആഗ്രഹിച്ച കേരളത്തിലെ സംഗീതത്തിന്റെ ആചാര്യനായിരുന്നു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ അന്തരിച്ചു പോയി. ഇന്ന് ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകൾ ശ്രീ യേശുദാസനെ ഗുരുവായൂർ അമ്പലത്തിൽ കടത്തുന്നില്ല. ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് ഗുരുവായൂർ അമ്പലം നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഇതൊരു പാട്ടെഴുതി ഞാൻ യേശുദാസിനെ കൊണ്ട് പാടിച്ചതാണ്. അദ്ദേഹത്തിന് അവിടെ കേൾക്കുന്നതിന് വേണ്ടിയുള്ള സാഹസികമായ സമരം ഞാൻ ആരംഭിക്കാൻ പോകും. ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഞാൻ ഗോപകുമാരനെ കാണും. ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഞാൻ ഗോപകുമാരനെ കാണും.
അപ്പൊ അദ്ദേഹത്തിന്റെ സൗഹൃദ സദസ്സൊക്കെ അത്രപോലും സമ്പന്നമായിരിക്കുമല്ലോ അമ്മേ. കലയും സാഹിത്യ ഗാനം എല്ലാം ചേർന്നിട്ടുള്ള സമ്പന്നമായൊരു സൗഹൃദ സദസ്സായിരിക്കുമല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങളെ പറ്റിയിട്ടൊക്കെ എന്താ അമ്മയ്ക്ക്? അത് ഒരുപാട് കൂട്ടുകാരുണ്ട്. നമ്മുടെ അവിടെ നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറ് വശത്തെ നല്ല പടർന്ന് വീടിൻ്റെ പടിഞ്ഞാറ് വശത്താണ് ചാമ്പാമരം അല്ലേ? പന്തലിട്ട പോലെ ഇരിക്കും അത്. അപ്പം അതിൻ്റെ ചോട്ടിലാണ് ഈ മദ്രാസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാ സാഹിത്യകാരന്മാരുണ്ട്. മലയാറ്റൂര്, പിന്നെ നമ്മുടെ FS MKK നായർ, അവർ അങ്ങനെയുള്ള വലിയ വലിയ സാഹിത്യം എല്ലാവരും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് എല്ലാം. അപ്പോൾ രാത്രി എല്ലാവരും കൂടി അവിടെയാണ് പരിപാടി. അന്നേരം എൻ്റെ ആഹാരമൊക്കെ വേണം, സദ്യ വേണം. സദ്യയായിട്ട് വരുന്നവർക്കെല്ലാം ചോറ് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. അത് എല്ലാ കൂട്ടവും വേണം. സദ്യ പായസം വരെ വേണം. വളരെ നിർബന്ധം. ആഹാരം കൊടുക്കുന്ന കാര്യം വളരെ നിർബന്ധമുള്ള ഒരു മനുഷ്യനാണ്. ഇവിടെ നിങ്ങൾ സസ്യാഹാരമാണല്ലോ അല്ലേ? അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഭക്ഷണത്തിന് എന്തെങ്കിലും നിർബന്ധങ്ങളോ? അത് പ്രത്യേകതയുണ്ട്. കടുക് മാങ്ങ, സാമ്പാർ, പപ്പടം, തൈര്. സസ്യാഹാരിയായിരുന്നു അദ്ദേഹം? നിർബന്ധമുള്ള അല്ലേ അമ്മേ? അദ്ദേഹം സസ്യാഹാരിയായിരുന്നു അല്ലേ? അതെ അതെ, കഴിക്കും. കഴിക്കും, വല്ലപ്പോഴും കഴിക്കും. പക്ഷെ ഇറച്ചി കഴിക്കില്ല, മത്സ്യം മാത്രമേ കഴിക്കുള്ളൂ, ഇറച്ചി കഴിക്കില്ല. അല്ല അമ്മ, വീട്ടിലപ്പോ വരുന്നവർക്കും സസ്യാഹാരമായിരിക്കും അല്ലേ കൊടുക്കുക? അവർക്ക് വീട്ടിലത്രേ കൊടുക്കില്ല, മേടിച്ചൊന്നുമില്ല. പിന്നെ നമ്മുടെ സത്യൻ വരുമല്ലോ. അതെ അതെ, സത്യൻ ഷൂട്ടിംഗ് ഒക്കെ അവിടെ ഉള്ളപ്പോൾ സത്യൻ അവിടെയാ വരുന്നത്, ഊണ് കഴിക്കാൻ വരും. അപ്പം വിളിച്ചു പറയും സത്യമാഷ്, എന്താണ് കരിമീനോ, കരിമീൻ അതിന് സാധനം കൊണ്ടുവരും. അവര് കൊണ്ടുവരും, സത്യം കൊണ്ടുവരും. അത് പാകം ചെയ്യും. എവിടെ ഷൂട്ടിംഗ് എടുക്കേണ്ടത് നമ്മുടെ ഇവിടെ ഊണ്. അതെ അല്ലേ? എന്നിട്ട് അത് ഇവിടെ പാകം ചെയ്ത് കഴിക്കൂല്ലേ? അവര് ഇവിടെ നിന്ന് പാകം ചെയ്ത് കഴിക്കൂല്ലേ? എല്ലാം കൊണ്ടുവരും, പാകം ചെയ്ത് കൊണ്ടുവരും. അതെ, എല്ലാവരും. നസീർ സാറായിട്ടൊക്കെ അമ്മയ്ക്ക് എങ്ങനെ ഓർമ്മ? നസീർ സാറായിട്ടുള്ള ഓർമ്മ? പ്രേം നസീർ ഒരു പണി വന്നിട്ടുള്ളൂ, പണിയൊന്ന് കാണാൻ. സത്യനടുത്ത് ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ലേ, അത് നാളികേരല്ല. അവിടെ അവസാനം അവിടുന്ന് പോയത്. എന്നുവെച്ചാൽ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്ലഡ് ബാത്റൂമിൽ പോയി. പിന്നെ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. പിന്നെ വന്നിട്ട് അമ്മേ, അനുഭവങ്ങൾ പാളിച്ചകൾ സത്യമാഷയുടെ പടത്തിനെ കുറിച്ച് ഇപ്പം അമ്മ സംസാരിച്ചല്ലോ. അപ്പൊ അതിലെ പ്രവാചകന്മാരെ പറയൂ പ്രഭാത മകലയാണോ എന്നുള്ള പാട്ടല്ലേ? വളരെയധികം എത്ര ഫിലോസഫിക്കൽ ആയിട്ടുള്ള വരികളാണ്. പ്രവാചകന്മാരെ പ്രവാചകന്മാരെ പറയൂ പ്രഭാത മകലയാണോ, പ്രപഞ്ച ശില്പികളെ പറയൂ പ്രകാശമകലയാണോ. അമ്മയ്ക്ക് ആ പാട്ടിനെ കുറിച്ച് എന്താ ഓർമ്മ? എനിക്ക് പാട്ടുകളെ പറ്റി പ്രത്യേകമായിട്ട് ഒന്നും പറയാനില്ല. അമ്മ ഒരു ആസ്വാദക മാത്രം. അതെ, കേട്ട് ആസ്വദിക്കുക എന്നുള്ളതല്ലാതെ അതിനെപ്പറ്റി യാതൊന്നും പറയാൻ. അതെ, എൻ്റെ മോൻ എപ്പോഴും പറയാം, എനിക്ക് ഒരു പാട്ടിനെ പറ്റി അങ്ങനെയൊന്നും പ്രത്യേകമായിട്ടൊന്നും അറിയില്ല. അഭിപ്രായങ്ങൾ ഞാൻ പറയാറില്ല ഒന്നിനേലും. നമുക്ക് അതിന് ചോദിക്കേണ്ട സന്ദർഭങ്ങളും വന്നിട്ടില്ല. ഭാവി ചരിത്രം തിരുത്തിയെഴുതും ഭാരത യുദ്ധഭൂവിൽ ഇടയൻ തെളിച്ചൊരു ചൈതന്യ ചക്രരഥം ഉടഞ്ഞു വീഴുന്നു, മണ്ണിൽ തകർന്നു വീഴുന്നു. ഈ കുരുക്ഷേത്രത്തിലായുധമില്ലാതെ അർജുനൻ നിൽക്കുന്നു. തത്വശാസ്ത്രങ്ങൾ ഏതോ ചിതയിൽ കത്തിയെരിയുന്നു, കത്തിയെരിയുന്നു. പ്രവാചകന്മാരെ പറയൂ പ്രഭാതമകലയാണോ, പ്രപഞ്ച ശില്പികളെ പറയൂ പ്രകാശമകലയാണോ. പാട്ട് എഴുതിക്കൊണ്ട് വന്നാൽ തന്നെ അമേരിക്ക വന്നു, പാട്ട് കേൾപ്പിച്ചു, കണ്ടു. അമ്മ അഭിപ്രായം പറയും, മുരി മോനെ എന്ന് പറഞ്ഞാൽ മുരി. അങ്ങനെ അതല്ലാതെ നമുക്കാകെ ഞാൻ അന്നും എനിക്ക് അങ്ങനെയൊരു
അതാണ് എൻ്റെ ശീലമായിപ്പോയി. അമ്മ മക്കളിലേക്ക് ഒതുങ്ങി അല്ലേ അമ്മേ? മക്കളെ വളർത്തുക, വീട്ടിലേക്ക്. അതെ, അമ്മയുടെ കാര്യങ്ങൾ നോക്കുക. അതെ, എനിക്ക് അങ്ങനെ ഞാനൊരു വെറും വീട്ടമ്മ. നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. അദ്ദേഹത്തിന്റെ അമ്മയാണല്ലോ ഈ കവിതകളൊക്കെ ആസ്വദിച്ചിട്ട് അഭിപ്രായം പറയാം. അപ്പൊ അമ്മ ശരിക്കും അതിനൊരു നിശബ്ദ സാന്നിധ്യമായിട്ട്, നിശബ്ദമായ പ്രോത്സാഹനം, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളൊന്നും കൊടുക്കാതെ മക്കളെയൊക്കെ വളർത്തി അല്ലെ, അതിലൊതുങ്ങിക്കൂടി അല്ലേ? കയ്യിലേക്കൊന്നുമില്ല, നമ്മളെ പാട്ട് കഴിഞ്ഞ് അങ്ങോട്ടൊന്നും പോവില്ല. അദ്ദേഹത്തിന്റെ അമ്മ നല്ലോണം അഭിപ്രായം പറയുമായിരുന്നു അല്ലേ? അമ്മ അതല്ല, അമ്മയാണ് ദൈവം. ഇതൊക്കെ അമ്മയാണ് കാരണക്കായി, അമ്മയാണ് അതിനെല്ലാം. അമ്മയാണ് ആദ്യം എഴുതാനുള്ള പ്രോത്സാഹനം എന്ന് അതെ, പറഞ്ഞിട്ടുണ്ട്. വേറെ ആരുമില്ല, അമ്മ മാത്രമാണ് അതിന്റെ എല്ലാം. അല്ല, അമ്മയ്ക്ക് സാഹിത്യമായിട്ട് എന്തായിരുന്നു ബന്ധം? അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് പുസ്തക വായനയോ സാഹിത്യമായിട്ടില്ല? അമ്മ പഠിച്ചിട്ട് പോലുമില്ല, സ്കൂളിൽ പോയിട്ട് പോലുമില്ല. അതാണ് അമ്മയുടെ വിദ്യാഭ്യാസം. പക്ഷെ അമ്മയ്ക്ക് നല്ല അറിവാണ്, നല്ല കഴിവാണ് അമ്മയ്ക്ക്. അതാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പൊ കണക്ക് കൂട്ടുന്ന കുടുംബകാര്യം മുഴുവൻ അമ്മയാണ് നോക്കുന്നത്. മലയാളം നോക്കില്ല, മോനിങ്ങനെ പൈസ അയച്ചു കൊടുക്കും എന്നുള്ളതല്ലാണ്ട് വേറെ വേണമെങ്കിൽ അത്രയേ ഉള്ളൂ. പക്ഷേ അമ്മ കണക്ക് കൂട്ടാനും കാര്യങ്ങൾ നടത്താനും അമ്മയെപ്പോലെ ആർക്കുമില്ല. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാവും. ഒരു വീട്ടിലെ കാര്യം, ടെലിഫോൺ ചാർജ് താമസിച്ചാൽ ഇവർ വിളിച്ചു ചോദിക്കും, എന്താ നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യാനാണോ, എന്തുകൊണ്ട് ഫോൺ ചാർജ് മേടിക്കാൻ വരാത്തേ? അത്രത്തോളം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അല്ലേ? അത്ര ശ്രദ്ധയായിരുന്നു. അതുപോലെ ആവശ്യമില്ലാതെ മദ്രാസിൽ നിന്ന് വന്നിട്ട് കമ്പനി മദ്രാസിൽ വന്ന് എറണാകുളത്ത് വരുമ്പോഴേ അപ്പോഴേക്ക് കാറുകൾ വന്നുകൊണ്ടിരിക്കുമല്ലേ, അവർ വന്നു. പക്ഷേ കുട്ടൻ ഇന്ന് വരുന്നില്ല, കുട്ടൻ ഇന്ന് അവനെ കൊണ്ടുപോകാൻ പറ്റില്ല, പൊക്കോളൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും പൊക്കോളൂ. കുട്ടനെ ഇനി പുറത്താകുന്നില്ലെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും. അമ്മ പറഞ്ഞാൽ അവിടെ ഇരിക്കും, പുറത്തേക്ക് ഇറങ്ങില്ല.
ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും കാൽപ്പനിക ഭാവനയുടെ വശ്യതയിൽ മലയാളിയെ കീഴടക്കിയ കവിയാണ് വയലാർ. തൂവൽ കൊഴിയും തീരം. മലയാള സിനിമയ്ക്കായി 2000-ലധികം ഗാനങ്ങൾ വയലാർ എഴുതി. ഏതാണ്ട് അത്രയും തന്നെ കവിതകളും എഴുതിയിട്ടുണ്ട്. ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു. ആലപ്പുഴ ജില്ലയിലെ വിപ്ലവ സമരഭൂമി എന്ന നിലയിൽ പ്രശസ്തമായ വയലാറിന്റെ മണ്ണിൽ 1928 മാർച്ച് 25 രാഘവപ്പറമ്പിലെ അമ്പാലിക തമ്പുരാട്ടിയുടെയും വെള്ളാരപ്പള്ളി കേരളവർമ്മയുടെയും മകനായി ജനിച്ച വയലാർ രാമവർമ്മ അകാലത്തിൽ 1975 ഒക്ടോബർ 27 വയലാർ രക്തസാക്ഷി ദിനത്തിന് തന്നെയാണ് അന്തരിക്കുന്നത്. മലയാളത്തിലെ പ്രശസ്തനായ ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ വയലാർ രാമവർമ്മയുടെ മകനാണ്. ഇന്ദുലേഖയും യമുനയും സിന്ധുവും പെൺമക്കളാണ്. കോവിഡ് ബാധിതയായി സിന്ധു ഈ ലോകത്തോട് വിട പറഞ്ഞു. യമുനയും ഇന്ദുലേഖയും 2 പതിറ്റാണ്ടായി താമസിക്കുന്ന പാലക്കാട് ധോണി വനമേഖലയിലെ ആരഭി എന്ന വീട്ടിലെത്തിയാണ് ഞങ്ങൾ ദൂരദർശന് വേണ്ടി വയലാറിന്റെ ആത്മസഖിയുമായി സംസാരിച്ചത്. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്ത രാത്രി എന്ന് അദ്ദേഹം എഴുതിയല്ലോ. മനോഹരമായ വരികൾ ദേവരാജൻ മാഷ്ട സംഗീതത്തിൽ അല്ലേ? അമ്മയ്ക്ക് എന്താണ് ആ പാട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മ? അങ്ങനെ ഓർക്കുന്നു. എനിക്കത് നല്ല ഓർമ്മ ഇതാണ്. പറയാൻ എന്താ പറയണ്ടേ, എനിക്ക് അതിനെപ്പറ്റി നല്ല ഓർമ്മയാണ്. എനിക്ക് അക്കാലത്തെ അത്രയുള്ള. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി, എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി, എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ. ആ പാട്ട് അമ്മയ്ക്ക് അമ്മയുടെ നല്ല കാലങ്ങളിലെ സ്വപ്നമായിരുന്നു. അച്ഛൻ വരുന്നതും ഗന്ധർവനായിട്ട് വരുന്ന സ്വപ്നങ്ങളൊക്കെയായിരുന്നു. പക്ഷേ കുറേ കാലം കഴിഞ്ഞ്, വർഷം കഴിഞ്ഞ്, കുറച്ച് കാലങ്ങൾക്ക് മുൻപ്, അച്ഛൻ മരിച്ചതിന് ശേഷം കുറച്ച് കാലങ്ങൾക്ക് മുൻപ് അമ്മ അച്ഛനെ സ്വപ്നം കണ്ടു. താടിയൊക്കെ നരച്ച അച്ഛനെ സ്വപ്നം കണ്ടു. ഒഴുകുമി വെണ്ണില പാലരുവി, ഒരു നിമിഷം കൊണ്ടൊരു യമുനയാക്കൂ. ഒഴുകുമി വെണ്ണില പാലരുവി, ഒരു നിമിഷം കൊണ്ടൊരു യമുനയാക്കൂ. പ്രേമോദയങ്ങളിൽ നീയോടു ചേർക്കുമൊരു ഗാനഗന്ധർവനാക്കൂ, എന്നെ നിൻ ഗാനഗന്ധർവനാക്കൂ. എൻ്റെ ചേട്ടൻ എപ്പോഴും പറയുന്നത് അച്ഛൻ ആ പാട്ടല്ല, അത് നല്ല കാലത്തുള്ള പാട്ട്. വസുമതി വസുമതി എന്നുള്ള നിശബ്ദതയിലുള്ള സംഗീതമാണത് ദേവരാജൻ മാഷിൻ്റെ. വസുമതി അരികിൽ വരൂ ഇവിടെ വരൂ എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് പാടി അമ്മയെ രാത്രിയിൽ വിളിച്ച് കൊണ്ടുവന്നതായിട്ടാണ് അമ്മയുടെ അവസാനത്തെ സ്വപ്നം. അമ്മ അതുകൊണ്ട് അച്ഛനെ ഗന്ധർവനായിട്ടെന്നുള്ള സ്ഥാനത്ത് നിന്ന് മാറ്റി അമ്മയുടെ സ്വന്തം, ഇപ്പോൾ ഈ പ്രായമാകുമ്പോഴാണല്ലോ കൂടുതൽ അടുപ്പം, അപ്പോൾ ആ അടുപ്പത്തിലുള്ള സ്വന്തം ഭർത്താവിനെ ഓർക്കുന്നതായിട്ടാണ് അമ്മ ഇപ്പോൾ കാണുന്നത്. വസുമതി ഋതുമതി ഇനിയുണരൂ, ഇവിടെ വരൂ, ഈ ഇന്ദു പുഷ്പഹാരമണിയൂ, മധുമതി വസുമതി. ഇന്ദുലേഖ ചേച്ചി,
അച്ഛൻ്റെ ഭാഗ്യജാതകം കുറിച്ച മകളാണ് ചേച്ചി എന്ന്, ഏറ്റവും പ്രിയപ്പെട്ട മകളാണെന്ന് ഞാൻ എവിടെയോ കേട്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ചേച്ചിക്ക് എന്താണ് അതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത്? ആ ഓർമ്മകൾ, അച്ഛൻ്റെ ഓർമ്മകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അച്ഛനാണ് ശരിക്ക് നമ്മൾ അച്ഛൻ എന്ന് വിളിക്കില്ല, ആദ്യം അമ്മയെന്നല്ലേ. പക്ഷേ എൻ്റെ അച്ഛനെ ഞാൻ അച്ഛാന്ന് വിളിച്ചുകൊണ്ടായിരിക്കും. അച്ഛനാണ് എന്നെ ഏറെ ഇഷ്ടം. അച്ഛൻ്റെ പ്രിയപ്പെട്ട മോളാണ് ഞാൻ. 10-13 വയസ്സായപ്പോഴും അച്ഛൻ, ഞാൻ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അച്ഛൻ ഓടി വന്ന് എന്നെ അങ്ങ് എടുക്കും ആദ്യമേ. എനിക്ക് തന്നെ നാണക്കേട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇതെന്തിനും ഇങ്ങനെ കാണിക്കണമെന്ന്. അപ്പോൾ മുത്തശ്ശിമ്മ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്ന ഒരു ഇതാണ്, മോൾ ചോദിച്ച പോലെ എൻ്റെ ജനനം, എന്നെ അമ്മയുടെ പ്രസവം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉറക്കെ കുഞ്ഞ് കരയുന്ന കേട്ടപ്പോൾ അടുത്തൊരു ജ്യോത്സ്യന്, എറണാകുളത്ത് എവിടെയോ ഉള്ള ഒരു ജ്യോത്സ്യനാണ് അദ്ദേഹം, അച്ഛൻ ആരാണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ ഇപ്പോൾ പ്രസവിച്ച കുട്ടിയുടെ കരച്ചിലിൽ ആ കുട്ടിയുടെ അച്ഛൻ ആരായാലും പ്രശസ്തനാകും, അദ്ദേഹത്തിന് ഇരിക്കാൻ സമയം കിട്ടില്ല എന്ന് പറഞ്ഞു ഒന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു അതാണ്, ഞാനാണ് ആ കുട്ടിയുടെ അച്ഛൻ എന്ന് പറഞ്ഞപ്പോൾ അവർക്കും സന്തോഷമായത്. ആരാന്ന് അച്ഛൻ ചെറുതായിട്ടൊക്കെ കവിതയൊക്കെ എഴുതി ഇങ്ങനെ സിനിമയൊക്കെ എഴുതുന്ന സമയം ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം മുതലാണ് അച്ഛന് പാലാട്ട് ഗോമൻ എന്ന് പറഞ്ഞ സിനിമയിൽ ചന്ദനപ്പല്ലക്കിൽ, ഇതല്ലേ പാട്ട്, ആ പാട്ട് എഴുതിക്കൊണ്ടാണ് അച്ഛൻ തുടങ്ങിയത്. പിന്നെ 13 വർഷം അച്ഛന് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. അച്ഛനുണ്ടെന്ന് പറയുന്നതല്ലാതെ ഇന്ന് വരും, രാവിലെ എണീക്കുമ്പോൾ അച്ഛൻ ഉദ്യോഗസ്ഥയിൽ, രാത്രി കിടക്കാൻ നേരത്ത് അച്ഛൻ വരും. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അച്ഛനെ കണ്ടിട്ടില്ല ശരിക്കും. പക്ഷെ വന്നാൽ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാനുള്ള അവകാശം എനിക്കായിരുന്നു. ഏറ്റവും അച്ഛൻ്റെ പുന്നാര മോളായിരുന്നു ഞാൻ. പിന്നെ അച്ഛൻ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരുന്നു. അവിടുത്തെ പൂന്തോട്ടം എന്നെ ഏൽപ്പിച്ചിരുന്നു. അച്ഛന് ഇഷ്ടമുള്ള പൂക്കളെയും ചെടികളെയും നോക്കിയിരുന്ന ഞാനാണ്. എവിടെ എന്ത് കണ്ടാലും അച്ഛൻ കൈ ചൂണ്ടിയാൽ മതി, അത് എൻ്റെ വീട്ടിലെത്തുമായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പോൾ എനിക്കൊരു എഴുത്തെഴുതി അച്ഛൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പം. അപ്പം ഞാൻ അച്ഛൻ എഴുതി, ഞാൻ കല്യാണ സൗഗന്ധ്യം വീട്ടിൽ കൊണ്ട് വെച്ചു വച്ചാൽ നമ്മുടെ വീട്ടിലും കല്യാണ സൗഗന്ധ്യം ഉണ്ട്. ഉടനെ അച്ഛൻ തിരിച്ച്, നീ ഗന്ധമാദന പർവ്വതത്തിൽ പോയോ ഈ കല്യാണ സൗഗന്ധ്യം പറിക്കാൻ? അന്ന് അച്ഛൻ ഞങ്ങളെ ചെറുതിലേക്ക് ഞങ്ങൾക്ക് പുസ്തകം വാങ്ങിച്ചു തരുമായിരുന്നു. ഞങ്ങളൊക്കെ വായിക്കുമായിരുന്നു ചെറിയ കുട്ടികളായിരുന്നപ്പോൾ. ഈ പഴയ പുസ്തകങ്ങളെല്ലാം ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ലൈബ്രറിയിലും ഉണ്ടായിരുന്നു പുസ്തകങ്ങൾ. അതുകൊണ്ട് പക്ഷേ ഇപ്പോഴും അച്ഛൻ മരിച്ചിട്ടില്ല എന്ന് ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ചന്ദനപ്പല്ലക്കിൽ വീടു കാണാൻ വന്ന ഗന്ധർവരാജകുമാര, ഓ ഗന്ധർവ രാജകുമാര. നമ്മുടെ പ്രിയപ്പെട്ടൊരു നാടക ഗാനമില്ലേ, പറന്ന് പറന്ന്, ഇപ്പൊ കുട്ടികൾ കൂടെ അത് പാടി നടക്കുന്നുണ്ട്, വളരെ വൈറലായിട്ടുള്ള ആയി മാറി. ഇപ്പോൾ അമ്മ പറയും, അമ്മയ്ക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പാട്ടൊരു കഥയാണ്. അത് ഈ പറഞ്ഞ പോലെ എന്നെ കാണാൻ പുറകെ നടന്ന് അവസാനം ചേച്ചിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ്, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് അതിനെട്ടതായപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ വെച്ചാൽ എൻ്റെ കല്യാണമൊന്നും എനിക്ക് വലിയ ഗംഭീരമായിട്ടൊന്നും നടത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ വീട്ടുകാർക്കൊന്നും താല്പര്യമില്ല. ചേച്ചിയെ കല്യാണം കഴിച്ചിട്ട് പിന്നെ അനിയത്തിയെന്ന് പറഞ്ഞാൽ അച്ഛനൊന്നും അത്ര താല്പര്യമില്ല. ആരും വന്നില്ല. ഞാനും അമ്മയും ഞങ്ങൾ പിന്നെ എട്ടിയാർ വർമ്മ കുടുംബം, പിന്നെ ഒരു വലിയൊരു ഗംഭീരൻ ഒരു കച്ചവടക്കാരൻ്റെ തങ്കച്ചനുണ്ട് കോട്ടയത്ത്. ഞങ്ങൾ മാത്രം ഒരു കാലിൽ ഗുരുവായൂർ പോയി. ഗുരുവായൂരിപ്പോൾ എട്ടിയാർ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വന്നു ഈ പാട്ട് മാത്രം പറന്നിയല്ലേ പറ്റാത്ത കാടുകളിൽ. അതാണ് അത് വലിയ കഥയുള്ള പാട്ടാണ്. അമ്മയ്ക്കത് പറയുമ്പോ തന്നെ ചോക്കുന്നുണ്ട് ഇവിടെ. അല്ല അതേ ചേച്ചി എന്നെ അവിടെയാക്കി വെച്ചിരുന്ന ഫോൺ 6 മാസത്തോളം ഞാൻ തന്നെയാണ് അവിടെ താമസിച്ചത്. അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് വീട്ടിലാരും വരികയില്ല, നിങ്ങളോടെല്ലാം യോഗമായി. അമ്മ പറഞ്ഞു നമുക്ക് പോയി ഗുരുവായൂർ പോയി കൊണ്ടുവരാൻ കഴിച്ചു വെച്ചു. ഗുരുവായൂരവിടെ പോയി താലി കെട്ടി ഇങ്ങോട്ട് പോകുന്നു. അല്ലാതെ എനിക്ക് കല്യാണത്തിനും ഒരു വിശേഷമില്ല, എനിക്കതുമില്ല. അതാ ഞാൻ പറയുന്നത്, എനിക്ക് ഒരു കാര്യത്തിനും അത് ഫംഗ്ഷൻ ഒന്നിനും തന്നെ എനിക്കൊരു ആർഭാടം ഇല്ലാതെ ജീവിച്ചത്. പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ എവിടെ പോകും ഇത്രയും സമാധാനം സന്തോഷവും. അമ്മ കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴും ഓർമ്മ വന്നെ, ശരത് സാറിന്റെ പാട്ടുകൾ ഉണ്ടല്ലോ അമ്മ, ഇതുപോലെ ചാന്തു കുടങ്ങിയൊരു സൂര്യൻ മാനത്ത് അല്ലേ, അദ്ദേഹത്തിന്റെ പാട്ടുകളിലും ഇതുപോലെ കാവ്യഭംഗി നിറഞ്ഞ പാട്ടുകളാണ്. അമ്മയ്ക്ക് കുറച്ചുകൂടി ഒരു വാത്സല്യം ഉണ്ടാവും അല്ലേ മോന്റെ പാട്ട്? അതെല്ലാവരും ചോദിക്കും ചെറിയനെ അച്ഛൻ്റെ പാട്ടാണ്. അപ്പം എനിക്ക് മോൻ്റെ പാട്ടിനോട് വാത്സല്യം മോൻ്റെ പാട്ടിനോടില്ലേ, അതൊന്നും. പക്ഷെ അച്ഛൻ്റെ പാട്ട് അത് വേറൊരു അതെ, അത് വേറൊരു രീതിയിൽ വേറെ രീതിയിൽ. അതുപോലെ തന്നെ അമ്മ ഒരിക്കലും അച്ഛനെ പറ്റി ചോദിച്ചാൽ ഒന്നും പറയില്ല, മുഖം ചുമക്കുക അല്ലാതെ അമ്മ ഒന്നും പറയില്ല. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, അമ്മയ്ക്ക്
പറ്റിയ പാട്ട് അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട്. രഹസ്യം ഇതു രഹസ്യം, അനുരാഗ കഥയിലെ ഒരു നായികയുടെ രഹസ്യം, പ്രേമരഹസ്യം. അമ്മയുടെ ഈ പ്രേമരഹസ്യം ഈ കേരളത്തിലെ ഒരാൾക്കും അമ്മ പറഞ്ഞു തരികയില്ല. അത് അമ്മയുടെ മനസ്സിലെ സ്വകാര്യ സ്വത്താണെന്നാണ് മക്കളും നമ്മളെല്ലാ മലയാളികളും വിശ്വസിക്കുന്നത്. പ്രണയലേഖനം എങ്ങനെ എഴുതണം, മുനികുമാരികയല്ലേ ഞാനൊരു മുനികുമാരികയല്ലേ, പ്രിയരമാ പ്രിയരമാ. അമ്മയുടെ പുസ്തകം ഉണ്ടല്ലോ ഇന്ദ്രധനുസിന്റെ തീരത്ത്, അത് വായിക്കാത്ത എല്ലാവരും വായിക്കും. വളരെ നല്ലൊരു പുസ്തകമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഇനി ഒരുപാട് പുസ്തകങ്ങൾ, അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ എഴുതിയ പുസ്തകമല്ലേ അമ്മ അത്, ഇനി ഒരുപാട് പുസ്തകങ്ങൾ അമ്മയുടെ ഞങ്ങൾക്ക് വായിക്കാൻ കഴിയട്ടെ. മലയാളികളുടെ മനസ്സിൽ കാൽപ്പനികതയുടെ 1000 പാദസരങ്ങൾ കിരിക്കിയ പ്രിയ കവിയുടെ ഓർമ്മകളെ ഒരിക്കൽ കൂടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ലേഖ ചേച്ചിയോടും യമുന ചേച്ചിയോടും എല്ലാവരും തന്ന സ്നേഹവും മനസ്സിലെ തെളിനീരുറവയെ സൂക്ഷിച്ചുകൊണ്ട് വിട പറയട്ടെ. നന്ദി, നമസ്കാരം.